ഹായ്, ഐ ആം പ്രീത ഫ്രം കാതിരോല. നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറച്ച് കോട്ടണിലുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പ്യുർ കോട്ടണിലുള്ള 3 പീസ് കുർത്തിയാണ്. ജയ്പൂർ കോട്ടൺ ആണ്. ഇത് റൗണ്ട് ഞാൻ കാണുന്നത് വരുന്നത് ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ വന്നിരിക്കണം. ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ മിഡിലും ഒരു ബോർഡർ കാണാം. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഹാൻഡ് വർക്കിൻ്റെ ഒരു സ്റ്റൈൽ കാണാം. സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത്. എംബ്രോയിഡറി വർക്ക് കൊണ്ട് നല്ല സ്റ്റൈലായിട്ടാണ് ഇത്രയും ഒരു പോർഷൻ ഉള്ളത്. നല്ല വെയർ ചെയ്യാൻ നല്ല ഒരു കംഫർട്ട് സോണിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന നല്ല തരം കോട്ടണിൽ പെട്ടിട്ടുള്ളതാണ്. ധൈര്യമായിട്ട് എടുക്കാം. സ്ലീവ് ഇങ്ങനെ 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ സ്ലിറ്റ്, അതിനൊരു ബോർഡർ പോലെ, സൈഡിലത്തെ സ്ലിറ്റിൻ്റെ ഒരു ബോർഡർ പോലെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനിൽ നമുക്ക് കാണാം. അതുപോലെ സൈഡിൽ സ്ലിറ്റ് വന്നിരിക്കുന്നു. അതിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബാക്ക് പോർഷൻ അതേ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതിനൊരു മജന്ത അങ്ങനെയുള്ളൊരു ഡാർക്ക് പിങ്ക് ആ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ബ്ലൂ നല്ല ക്യൂട്ടായിട്ടുള്ള ആ കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഇതിൻ്റെ ഒരു സ്റ്റൈലായിട്ട് പറയാൻ പറ്റണത്. പിന്നെ അതിൻ്റെ ദുപ്പട്ട സെയിം കളർ ടോൺ തന്നെയുള്ളത്. പാൻറ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. നല്ല ആ ഒരു മജന്തയുടെ ഒരു ഭംഗിയും, അതുപോലെ ബ്ലൂ, മജന്ത, വേറെ ഡാർക്ക്, വേറൊരു പിങ്ക്, അങ്ങനെയൊക്കെയുള്ള കളറാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പച്ചയിൽ അത് വളരെ ആക്റ്റ് ആയിട്ടുള്ളതാണ്. പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് എലാസ്റ്റിക്കും മറ്റേ സൈഡിൽ സാധാരണ പട്ട പോലെയുള്ളതാണ്. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലെങ്ത് ഒക്കെ 38 ഇഞ്ച് ലെങ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട മൽക്കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ്. സെയിം കളർ ടോൺ തന്നെയുള്ളതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഒരു ദുപ്പട്ടയിൽ നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. എന്താ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല വീതിയും നീളവും ഒക്കെ ആവശ്യത്തിനുള്ള നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. ആ ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡിൽ കൂടെ ഇത് വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൈസ് അതിൻ്റെ പ്രൈസും ഒക്കെ നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഒരു ലൈറ്റ് മെറൂൺ കളറിലുള്ള ഒരു കുർത്തിയാണിത്. കുറച്ചൊരു പ്രത്യേകതയായിട്ട് ഒരു അപ്പർ ചെസ്റ്റ് ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. മിഡിൽ പോർഷനിലായിട്ടാണ്, ആ ഒരു ചെസ്റ്റിൻ്റെ മിഡിലായിട്ടാണ് ചെറിയ ഗ്യാതറിങ്സ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ രണ്ട് സൈഡിലും ഇങ്ങനെ വേറെ ഡിസൈനും, അതുപോലെ തന്നെ മിററിൻ്റെ ഹാൻഡ് വർക്കും കഡ്ദാന വർക്ക് എല്ലാം വന്നിട്ടുണ്ട്. ഈ മിഡിൽ ഈ കോളർ ചൈനീസ് കോളർ പോലെ വന്നിട്ട് ഇവിടെ വരയ്ക്ക് ഒരു ഓപ്പണിങ്, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ്, എംബ്രോയിഡറിയുടെ വർക്കും അതുപോലെ തന്നെ ഹാൻഡ് വർക്കുകളും ഇവിടെ നല്ല ഭംഗിയുണ്ട്. അജ്രക്കിൻ്റെ ഡിസൈനാണ്. നല്ല സ്റ്റൈലിഷാണ്. കൈ ഇങ്ങനെ ഒക്കെ ചെറിയ പഫായിട്ട് ബിഷപ്പ് സ്ലീവ് പോലെയുള്ള ഒരു ഡിസൈൻ. അതുപോലെ താഴെ ഇങ്ങനെ അജ്രക്കിൻ്റെ പ്രിൻ്റ് കൊണ്ട് തന്നെയാണ്. നല്ല സ്റ്റൈലിഷ് പീസുകൾ. ഫുൾ ലുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ലെങ്ത്ത് ഒരു 45 ഇഞ്ചൊക്കെ ഇതിൻ്റെ കിട്ടുന്നുള്ളൂ. പലാസോണ് പാൻറ്റ്, അതുകൊണ്ട് അത് യാതൊരു പ്രശ്നവുമില്ല. ബാക്ക് പോർഷൻ ലുക്ക് ഇങ്ങനെ വരും. താഴെയായിട്ടാണ് ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ളത്. ദുപ്പട്ട സിക്സാഗിൽ വരുന്നത്, അതുപോലെ തന്നെ എൻഡിൽ വരുമ്പോൾ അജ്രക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടസൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല മൽക്കോട്ടൻ്റെ ദുപ്പട്ടയാണ്. വളരെ സോഫ്റ്റാണ്. മെറ്റീരിയലും വളരെ സോഫ്റ്റാണ്. പ്രീമിയം കോട്ടൺ തന്നെ പറയാം. ഡെയിലി വാഷ് ചെയ്യാനൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്തതാണ്. സിക്സാഗിൻ്റെ ആ ദുപ്പട്ടയിൽ കാണുന്ന സെയിം ഡിസൈൻ തന്നെ പാൻറ്റിനും കൊടുത്തിരിക്കുന്നു. ഇതൊരു പലാസോ, ഒരു സെമി പലാസോ എന്ന് തന്നെ പറയാം. ആ ഒരു മോഡലാണ്. അതുകൊണ്ട് വളരെ ആപ്റ്റായിട്ട് തന്നെ ഈ ഒരു ഡ്രസ്സിന് പെയർ ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്റ്റൈലിഷ് ഒരു പുതിയൊരു മോഡലിലുള്ള കുർത്തിയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പുള്ള കുർത്തിയാണ്. ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ മെയിൻ കളർ. അത് ഈ ഡ്രസ് ഈ ആർട്ടിക്കിൾ അതിന് കൂടെ ദുപ്പട്ട മാത്രമാണ്. 2 പീസ് തന്നെ പറയാം. ഇതിന് ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു വേറൊരു പ്രിൻറ്റോട് കൂടിയിട്ടുള്ളത് വന്നിരിക്കുന്നു. അജ്രക്കിൻ്റെ പ്രിൻ്റാണ്. സീക്വൻസ് വർക്ക് കാണാം.
സെയിം ഇതാ അതുപോലെ ഇതിലും പോട്ട്ലി ബട്ടൺ പോലെയാണ്, ബട്ടണിനെ കവർ ചെയ്തിട്ട് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ചൈനീസ് കോളർ പോലെ കോളർ വന്നിട്ടുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിന് ആവശ്യത്തിന് ലെങ്ത് ഒക്കെ ഉണ്ട്. സെൻറ്റർ പോർഷനിൽ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാം ധാരാളം പാനൽ കട്ടോട് കൂടിയിട്ടുള്ളതാണ് ഈ 2 പോർഷനും. ഏകദേശം ഓവർകോട്ട് പോലെയാണ് ഇവിടെ തോന്നിക്കുക. അത് മിഡിലായിട്ട് ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. ഉള്ളിലത്തെ മെറ്റീരിയലിന് ഇതാണ് ഡിസൈൻ. ഈ ഒരു ഡിസൈൻ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കാണുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഇന്നറായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സ്റ്റൈലിഷ് പീസാണ്. ധാരാളം തുണി ഇതിൽ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ തുണി കയറിയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബ്ലാക്കിൻ്റെ ഒരു കുർത്തിയായിട്ട് നമുക്ക് ഇതിനെ പറയാം. നല്ലൊരു ഭംഗിയുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. ഷുവറായിട്ട് ബാക്കിൽ ആ ഒരു ഡിസൈൻ മാത്രമായിട്ടാണ്. ബാക്കിലും ധാരാളം വളരെ അടുത്തടുത്തായിട്ടാണ് ഇതിൻ്റെ ആ ഒരു പാനൽ കട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ കുർത്തി നല്ലൊരു സ്റ്റൈലിഷ് പീസായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ദുപ്പട്ടയുടെ പിന്നെയുള്ളത് ബ്ലാക്കിൽ തന്നെ വരുന്ന ഡിസൈൻ, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ലോങ് ദുപ്പട്ടയാണ്. നല്ല ലോങ് ദുപ്പട്ടയാണ്. എത്ര ഹൈറ്റ് ഉള്ളവർക്കും വെയർ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. വെഡിലായിട്ട് ഇങ്ങനൊരു ഡിസൈൻ വരും. 4 വശത്തും വീതി കൂടിയ ബോർഡറോട് കൂടിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള ദുപ്പട്ട. ഓവറോൾ ഇത് നല്ലൊരു ലുക്കാണ്. നല്ലൊരു സ്റ്റൈലൻ പീസാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ട് തന്നെ പറയാം. ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു അനാർക്കലി. മറ്റൊരു അനാർക്കലിയാണ്. ധാരാളം പാനൽ കട്ടോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്, ടീൽ ഗ്രീൻ എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. അതിൽ മസ്റ്റാർഡിൻ്റെ ഒരു യെല്ലോ വരുന്നുണ്ട്, വൈറ്റ് കളർ വരുന്നുണ്ട്, ആഷ് വരുന്നുണ്ട്. അങ്ങനെ ഒരു റയർ ഷെയ്ഡുകളുടെ ഒരു കോമ്പിനേഷനായിട്ട് ഈ അനാർക്കലി, ഇതൊരു അനാർക്കലിയാണ്, അനാർക്കലി കുർത്തി കാണാൻ പറ്റും. ഈ റൗണ്ട് നെക്ക്, അതുപോലെ തന്നെ ചെസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഗോട്ടാപ്പത്തിയുടെ ഭംഗി കാണാം. ഗോട്ടാപ്പത്തി വർക്കിൻ്റെ ഡിസൈൻ, അതിൻ്റെ തന്നെ ഒരു ലേസ്, പിന്നെ ഇവിടെ നല്ല ഷോ ബട്ടൺസൊക്കെ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ആ ഒരു ഗോൾഡ് കളറിലുള്ള സ്റ്റിച്ചിങ്ങും അതുപോലെ ചെറിയ പൊടിപൊടിയായിട്ടുള്ള സീക്വൻസ് വർക്കിൻ്റെ ഒരു സ്റ്റൈലും കാണാം. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് വേറൊരു ഡിസൈനുള്ള മെറ്റീരിയൽ. ഇവിടെ ഫുള്ളായിട്ട് വളരെ അടുത്ത് തന്നെയാണ് പാനൽ കട്ട് കൊടുത്തിരിക്കുന്നത്. ധാരാളം ഫ്ലെയറുള്ള ഒരു കുർത്തിയാണ്. എൻഡിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലായിരിക്കണം. നല്ലൊരു സ്റ്റൈലിഷ് പീസാണ്. ബാക്ക് പോർഷനും സെയിം ഡിസൈനോട് കൂടിയിട്ട് തന്നെ ഇവിടെയും ധാരാളം പാനലായിട്ട് വരുന്നത്. ഇതൊരു ശരിക്കും പറയാന്ന് വെച്ചാൽ മസാക്കലി ടൈപ്പ് കുർത്തിയാണ്. കാരണം മുകളിൽ തന്നെ അതിൻ്റെ ആ പാനൽ വന്നിട്ടുണ്ട്. മിഡിലല്ല, ബാക്കിലൊക്കെ കണ്ടില്ലേ. ഇത് നല്ല ഭംഗിയായിരിക്കും. ബാക്ക് പോർഷൻ കാണാൻ ഈ ഇങ്ങനെയുള്ള ഒരു കുർത്തിയുടെ ബാക്ക് പോർഷൻ കാണാൻ നല്ല സ്റ്റൈലായിരിക്കും. മസാക്കലി മോഡലിലാണ് അതിൻ്റെ സ്റ്റിച്ചിങ്. ദുപ്പട്ട നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ട, വളരെ ക്യൂട്ടായിട്ടുള്ള കൊച്ചു ഡിസൈനാണ് എൻഡിൽ വരുന്നത്. ഒരു എന്താ പറയുക, നല്ലൊരു കുർത്തിയാണ്. കുറച്ച് റെയറായിട്ട് പറയാവുന്ന നല്ല സ്റ്റൈലൻ കുർത്തി. അതിൻ്റെ കളർ ഷെയ്ഡ് കൊണ്ടും അതുപോലെ പാറ്റേൺ കൊണ്ടും കുറച്ചൊന്ന് വേറിട്ട് നിൽക്കുന്ന കുർത്തിയാണ്. 38 ഇഞ്ചൊക്കെ ധാരാളം കിട്ടുന്ന പാൻറ്. നല്ല പ്യുവർ കോട്ടൺ തന്നെയുള്ള പാൻറ്റാണ്. വൺ സൈഡ് എലാസ്റ്റിക്കേറ്റഡ് ആണ്. ടൈറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രൊവിഷനും ഉണ്ട്. നല്ല ഒരു സുന്ദരി കുർത്തിയാണ്. സൈസുകൾ ചോദിച്ചു വാങ്ങാം. പ്യുവർ മസ്ലിൻ വരുന്ന കുർത്തിയാണ്. പ്യുവർ മസ്ലിൻ വളരെ സോഫ്റ്റാണ്. വെണ്ണ പോലെ എന്ന് പറഞ്ഞ പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പ്രീമിയം ടൈപ്പ് മസ്ലിൻ. ഇവിടെ എല്ലാം ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ബാന്തിനി ഡിസൈനാണ്. ഫുള്ളായിട്ട് ബാന്തിനി ഡിസൈൻ. ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡും അത് കഴിഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു വയലറ്റ് ഷെയ്ഡിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു കളറിൻ്റെ ഒരു വ്യത്യാസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം ബാന്തിനിയുടെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് കാണാൻ പറ്റും. സ്ലീവ് ഇങ്ങനെ, സ്ലീവിൻ്റെ അറ്റത്ത് ഗോട്ട ലേസും അതുപോലെ തന്നെ നല്ല സ്റ്റൈലായിട്ടുള്ള ജെരി വർക്കിൻ്റെ ഡിസൈൻ കാണാം. വീനെക്കാണ്, ഷാർപ്പായിട്ടുള്ള ഒരു വി പോലെ ബോർഡർ കാണാം. സ്ലീവ് നല്ല സ്റ്റൈലായിട്ടുള്ള സ്ലീവാണ്. സൈഡിൽ സ്റ്റിച്ചുള്ളതാണ്. ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു
ലൈനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വളരെ സോഫ്റ്റാണ്. മയിൽ കോട്ടൻ്റെ ലൈനിങ് ആണ്. ബാക്ക് പോർഷനും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന, ഡബിൾ ഷെയ്ഡ് എന്നല്ല, ത്രിബിൾ ഷെയ്ഡ് എന്ന് പറയാം. കാരണം ഇവിടെ ഒരു പിങ്ക് കഴിഞ്ഞാൽ ലേശം പിങ്കും അല്ല വയലറ്റും അല്ല എന്നുള്ളൊരു ഷെയ്ഡ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നല്ല ഒരു വയലറ്റിൻ്റെ ഷെയ്ഡും വരുന്നു. ഹെമ്മേരിയൊക്കെ നല്ല ഭംഗിയാണ്. നല്ലൊരു സ്റ്റൈലൻ പീസാണ്. അതേ ഡിസൈൻ തന്നെ വന്നിട്ടുള്ള മസ്ലിൻ്റെ ദുപ്പട്ട. ഒരു റയർ ആയിട്ടുള്ള കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ ഇതിനും കിട്ടിയിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ഇന്നത്തെ കളക്ഷൻസിൽ എല്ലാം കുറച്ച് റയർ ആയിട്ടുള്ള പ്രിന്റുകളും അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസും ആണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. വയലറ്റ് ആണ് പാൻറ്. ഇതിന് പിങ്ക് ഒട്ടും ചേരില്ലായിരുന്നു. വളരെ കറക്റ്റായിട്ടുള്ള ആ ഒരു കളറുള്ള പാൻറ്റാണ് ഇതിന് പെയർ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഇതിന് വേറെ ഏത് കളറും പാൻറ് പറ്റില്ല, ഈ ഒരു വയലറ്റ് തന്നെ കിട്ടണം. അനാർക്കലി കുർത്തിയാണ്. ഒരു ഇതിൻ്റെ കളർ ശരിക്കും പറയാൻ വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കളറാണ്. ആ ഒരു കോഫി ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ബ്രൗണിൻ്റെ ഡാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബ്ലാക്കിലേക്ക് കടക്കാൻ പോകുന്ന ആ ഒരു ബ്രൗൺ, അങ്ങനെ ഒരു റയർ ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. നെക്ക് ഇങ്ങനെ വരും. നെക്കിൻ്റെ അറ്റത്ത് കണ്ടില്ലേ വേറൊരു ഡിസൈനാണ്. ഈ ദുപ്പട്ടയിലൊക്കെ കാണുന്ന ആ ഡിസൈനിൻ്റെ ആ മെറ്റീരിയലാണ് ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ അങ്കരക്ക മോഡലാണ്. അതായത് ഇവിടെ ടസൽസ് ഒക്കെ നല്ല സ്റ്റൈലായിട്ടുള്ള ടസൽസ് സൈഡിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അത് അനാർക്കലി മോഡലാണ്. കണ്ടില്ലേ, ശരിയായിട്ടുള്ള അനാർക്കലി മോഡൽ. പാനൽ കട്ടാണ്. സ്ലീവിൻ്റെ അറ്റത്തെ എല്ലാം നല്ലൊരു ഭംഗിയുള്ള ഡിസൈനും അതുപോലെ തന്നെ മോത്തി വർക്ക് വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടാണ്. ഇവിടെ എല്ലാം ഹാൻഡ് വർക്കിൻ്റെ ഒരു സ്റ്റൈൽ കാണാം കേട്ടോ. ഇവിടെ ഫാൻസി മിററും അതുപോലെ തന്നെ ഇവിടെ എല്ലാം കുറച്ച് വലിയ മുത്തുകളുടെ ഒരു അറേഞ്ച്മെൻറ്റ് കാണാം. ഇത്രയും ഏരിയയിൽ നല്ല സ്റ്റൈലാണ്. നല്ല സ്റ്റൈലൻ പീസാണ്. അതുപോലെ സൈഡിൽ കട്ടില്ല, ഒരു അനാർക്കലി ടൈപ്പാണല്ലോ. പിന്നെ ഈ ഒരു അങ്കരക്ക ഇങ്ങനെ വന്നിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ അവിടെ ആയിട്ടാണ് ചെറിയൊരു ഓപ്പണിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയാണ്. ബാക്ക് പോർഷൻ ഇതാണ്. പാനൽ കട്ടുണ്ട്. അതുപോലെ ദുപ്പട്ട ഇങ്ങനെ വരും. സെയിം ഡിസൈനിൽ തന്നെ ഉള്ളത്. വളരെ ആ ഒരു ഡിസൈൻ തന്നെ വളരെ കൊച്ചായിട്ട് അറ്റത്ത് എൻഡിൽ കാണാം. മൽക്കോട്ടൻ്റെയാണ്. വളരെ സോഫ്റ്റാണ്. നല്ല പ്രീമിയം കോട്ടനാണ്. എത്ര വേണമെങ്കിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവുമില്ല. പാൻറ് ഇതാണ് അതിൻ്റെ പാൻറ്. നല്ല പലാസമാണ്, ശരിയായിട്ടുള്ള പലാസോ. ഒരു ഡിവൈഡറിലേക്ക് തന്നെ കിടക്കാം. ഡിവൈഡർ എന്ന് പറയാം. ഇത്രയും ലൂസായിട്ടുള്ള അതിൻ്റെ പലാസോ എന്ന് പറയില്ല. ഇത് ഡിവൈഡർ. ഈ ഡിവൈഡറാണ് അതിൻ്റെ പ്രത്യേകത. നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. റയർ കളറാണ്. റയർ ഒരു കട്ടിങ്ങും കാര്യങ്ങളുമാണ്. ഡിവൈഡറാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്കരക്ക വിത്ത് ഡിവൈഡർ. പ്യുവർ ചിനാനിൽ വരുന്ന ഡാർക്ക് ഗ്രീനിൽ ബേസായിട്ട് കളറായിട്ടുള്ള ത്രീ പീസ് കുർത്തിയാണ്. ഷാർപ്പായിട്ടുള്ള ഒരു നെക്കാണ് ഇവിടെ. ഇതിൽ മീനക്ക് അത് 2 വരിയായിട്ട് ഇവിടെ സീക്വൻസിൻ്റെ വർക്ക് കാണാം. ഇതിൻ്റെ ആ ഒരു വലിയ പ്രിൻറ്റ് ആ ചിനോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിന് യാതൊരു പ്രശ്നമില്ല. ആ ഒരു ഫ്ലോ, ചിനോണിൻ്റെ ആ ഒരു ഫ്ലോ അതിന് മാത്രം കിട്ടുന്നതാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള ഫ്ലോ ആണ്. അതിൻ്റെ ഡിസൈനൊക്കെ വളരെ കൊച്ചു ഡിസൈനുകളുണ്ട് അതിനിടയ്ക്ക്. വലിയ പ്രിൻറ്റ്, അതൊരു പെയിൻറ്റിങ് പോലെയൊക്കെ നമുക്ക് തോന്നും. ഒരു വൈറ്റ്, അതുപോലെ തന്നെ ഗ്രീനിൻ്റെ തന്നെ പല ഷെയ്ഡുകൾ, ബ്രൗൺ, ഇങ്ങനെയുള്ള എല്ലാ കളർ ഷെയ്ഡും ഇതിൽ വരുന്നുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സൈഡിൽ കട്ടുള്ളതാണ്. അതിന് ഒരു സിൽക്കി ടൈപ്പായിട്ടുള്ള ലൈനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അതുപോലെ ബാക്ക് ഭാഗം, ബാക്ക് സൈഡ് ഇങ്ങനെ, ബാക്കിലും അതേപോലെയുള്ള പ്രിന്റുകൾ വരുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ, ശരിക്കും നമ്മുടെ മുല്ലച്ചെടിയുടെയൊക്കെ ആ ഒരു ലീഫില്ലേ
അതിൻ്റെയൊക്കെ ഒരു അത്രയും നല്ല ഒരു പച്ചയാണ് അതിൻ്റെ ആ ഒരു കളറ്. അതിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത്. ഷിഫോണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയുടെ 4 വശത്തും ഗോട്ടയുടെ ലേസ് കാണാം. സമോസ ലേസ് നല്ല സ്റ്റൈലായിട്ട് കാണാം. പാൻറ്റും സെയിം കളർ പച്ചയാണ്. അത്യാവശ്യം കട്ടിയിട്ടുള്ള നല്ല സിൽക്കി ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻറ്റാണ്. കുറച്ച് പലാസോ പോലെയായിട്ടുള്ള, പലാസോ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ലൂസ് പാൻറ്റാണ്. ആവശ്യത്തിന് സൈസ് കാര്യങ്ങളൊക്കെ നല്ല ഡാർക്ക് ഗ്രീനാണ്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ് കുർത്തി. അതുപോലെ ദുപ്പട്ട, പാൻറ്റും എല്ലാം നല്ല സോഫ്റ്റ് പാൻറ്റാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള കുറച്ച് ലൂസ് ആയിട്ടുള്ള പാൻറ്റാണ്. ചിനോണാണ് മെറ്റീരിയൽ. സൈസ് ചോദിച്ചു വാങ്ങാം. കോട്ടണിലുള്ള ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലിമിറ്റഡ് പീസാണ് പതിവ് പോലെ. അതുകൊണ്ട് വേഗം തന്നെ ഓർഡറുകൾ തരാൻ ശ്രമിക്കുക. നമ്മുടെ നമ്പർ 6282339766 എന്നുള്ളതാണ്. അതിലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക. ഔട്ട് ഓഫ് കേരള ഷിപ്പിംഗ് ചാർജ് മിനിമം 100 rupees ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.